ഹലോ എവരിവൺ, നിങ്ങളൊരു എഞ്ചിനീയറിംഗ് ആസ്പിരൻ്റ് ആണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും എഴുതിയിരിക്കേണ്ട എക്സാമാണ് ജെഇ മെയിൻ ആയിട്ട് ജെഇ അഡ്വാൻസ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എക്സാമിൽ എഴുതി നമുക്ക് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടായ NITസിലും IITസിലുമാണ് ബിടെക് പഠനത്തിന് സാധ്യത കിട്ടുന്നത്. അപ്പോൾ ഈ എക്സാമുകൾ കൂടാതെ എഞ്ചിനീയറിംഗ് ആസ്പിരൻസിന് മറ്റേതൊക്കെ എക്സാമുകൾ എഴുതി മറ്റേതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നമുക്ക് അഡ്മിഷൻ നേടാമെന്നുള്ളത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന VIT എക്സാമാണ്. അത് വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലേക്ക് നമുക്ക് നടത്തുന്ന എക്സാം. അതായത് വെല്ലൂർ ക്യാമ്പസിൽ, അതുപോലെ തന്നെ ചെന്നൈ, അതുപോലെ ആന്ധ്രാപ്രദേശ്, ദെൻ ഭോപ്പാൽ എന്നീ ക്യാമ്പസുകളിലായിരിക്കും VITയുടെ എക്സാം എഴുതി നിങ്ങൾക്ക് ബിടെക് പഠനത്തിന് അഡ്മിഷൻ ലഭിക്കുന്നത്. ഇനി അടുത്തായിട്ട് വരുന്ന എക്സാമാണ് SRM JEE എന്ന് പറയുന്നത്. അതായത് SRM യൂണിവേഴ്സിറ്റി നടത്തുന്നത് ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ SRM യൂണിവേഴ്സിറ്റി നടത്തുന്ന എൻട്രൻസ് എക്സാമിനേഷനാണ് SRM JEE എന്ന് പറയുന്നത്. ഈ എക്സാം എഴുതി നിങ്ങൾക്ക് തമിഴ്നാട്ടിലെ SRM യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൽ നിങ്ങൾക്ക് ബിടെക് പഠനത്തിന് സാധ്യതയുണ്ട്. അതേപോലെ അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എക്സാമാണ് BITSAT എന്ന് പറയുന്നത്. ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നടത്തുന്ന ബിടെക് പഠനത്തിന് വേണ്ടിയുള്ള എൻട്രൻസ് എക്സാമിനേഷനാണ് BITSAT എക്സാം. അപ്പോൾ BITSATൻ്റെ പിലാനി, അതേപോലെ ഹൈദരാബാദ്, ഗോവ എന്നീ ക്യാമ്പസിലായിരിക്കും നിങ്ങൾക്ക് ബിടെക് പഠിക്കാനായിട്ട് ഈ ഒരു എക്സാം സഹായിക്കുന്നത്. ഇനി അതുപോലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള എൻട്രൻസ് എക്സാമിനേഷനാണ്, നിങ്ങൾ നിരവധി ടൈം കേട്ടിട്ടുണ്ടായിരിക്കും, QET എക്സാം എന്ന് പറയുന്നത്. QET എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് ആണ്. ഇത് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ നമുക്ക് ഡിഗ്രി കോഴ്സുകൾക്ക് വേണ്ടിയുള്ള എക്സാം ആണെങ്കിൽ പോലും ഈ QETൻ്റെ സ്കോർ ഉപയോഗിച്ച് നമുക്ക് ബിടെക്കിന് നിരവധി യൂണിവേഴ്സിറ്റീസിൽ നിന്നുണ്ട് അഡ്മിഷൻ ലഭിക്കാം. അതായത് അതിന് എക്സാമ്പിളാണ് യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി, അതുപോലെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക എന്ന് പറയുന്നത്. ഇനി അടുത്ത വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമാണ് നമുക്കറിയാം ട്രിപ്പിൾ ഐറ്റീസിലേക്ക് വേണ്ടിയുള്ള എൻട്രൻസ് എക്സാമിനേഷൻ. അപ്പോൾ ട്രിപ്പിൾ IT എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ഐറ്റിലെ 26 ക്യാമ്പസുകളുണ്ട്. ഈ 26 ക്യാമ്പസുകളിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ട്രിപ്പിൾ ഐറ്റിയുടെ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി വേണം കയറാനായിട്ട്. ഇനി അതേപോലെ തന്നെ അടുത്ത എക്സാമാണ് കീം എക്സാം എന്ന് പറയുന്നത്. നമുക്കറിയാം കേരളത്തിലെ ടോപ്പ് ആയിട്ടുള്ള ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലേക്കുള്ള എൻട്രൻസ് എക്സാമിനേഷനാണ് കീം എക്സാം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ഒരു എക്സാമാണ് QSAT, അതായത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നടത്തുന്ന ബിടെക് അഡ്മിഷന് വേണ്ടിയുള്ള എൻട്രൻസ് എക്സാമിനേഷനാണ്. ഇതുവഴി QSATൻ്റെ അണ്ടറിലുള്ള നിരവധി കോളേജിലേക്ക് നിങ്ങൾക്ക് ബിടെക് പഠിക്കാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നതാണ് MET, അതായത് മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നടത്തുന്ന എൻട്രൻസ് എക്സാമിനേഷനാണ് ഫോർ ബിടെക്. അപ്പോൾ ഇത് മണിപ്പാൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള നിരവധി കോളേജിൽ നിങ്ങൾക്ക് ബിടെക് പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് IISER എക്സാമാണ്. IISER എന്ന് പറഞ്ഞാൽ നിങ്ങൾ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടിയാണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ എഴുതേണ്ട എക്സാമാണ് IISER ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അല്ലെങ്കിൽ IAT എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് അമൃത യൂണിവേഴ്സിറ്റി നടത്തുന്ന എൻട്രൻസ് എക്സാമിനേഷനാണ്. അതായത് അമൃത യൂണിവേഴ്സിറ്റി ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ്. അമൃതയുടെ കൊല്ലം, അതേപോലെ തന്നെ കോയമ്പത്തൂർ എന്നീ ക്യാമ്പസുകളിൽ നിങ്ങൾക്ക് ബിടെക് പഠിക്കാൻ വേണ്ടിയിട്ട് അമൃത യൂണിവേഴ്സിറ്റി നടത്തുന്ന എൻട്രൻസ് എക്സാമിനേഷൻ നിങ്ങൾ എഴുതണം. നെക്സ്റ്റ് നമുക്കറിയാം വളരെ പോപ്പുലർ ആയിട്ടുള്ള എൻട്രൻസ് എക്സാമിനേഷൻ ആണ് NDA, നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലേക്ക് വേണ്ടിയുള്ള എൻട്രൻസ് എക്സാമിനേഷൻ. സോ നമുക്കറിയാം NDA എന്ന് പറയുന്നത് നാഷണൽ ഡിഫൻസ് അക്കാഡമിയാണ്. അതായത് എയർഫോഴ്സ്, നേവി എന്നീ മേഖലകളിലായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ഇതിൽ അഡ്മിഷൻ ലഭിച്ച് തുടർ പഠനം സാധ്യമാകുന്നത്. സോ ഇത്രയും എൻട്രൻസ് എക്സാമിനേഷനാണ് ഒരു എഞ്ചിനീയറിംഗ് ആസ്പിരൻറ്റിന് മുന്നിലുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓരോ എൻട്രൻസ് എക്സാമിനേഷനും നിങ്ങൾ ഡിഫറെൻ്റ് ആയിട്ട് കോച്ചിങ് എടുക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്കറിയാം JEE മെയിൻ അല്ലെങ്കിൽ JEE അഡ്വാൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടിക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഇത്രയും എക്സാം വളരെ നിസ്സാരമായിട്ട് ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓരോ എൻട്രൻസ് എക്സാമിനേഷൻ നമ്മൾ പഠിക്കുന്ന സിലബസുകളൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. അതുമാത്രമല്ല എക്സാം പാറ്റേണും വളരെ സിമിലർ ആയിരിക്കും. മോസ്റ്റ് ഓഫ് ദി എൻട്രൻസ് എക്സാമിനേഷനും ഇവിടെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് തന്നെയാണ്. അപ്പോൾ JEE അഡ്വാൻസ്ഡും JEE മെയിനും നിങ്ങൾ CBT മോഡിൽ തന്നെയാണ് എഴുതുന്നത്. സോ അപ്പോൾ അവിടെ നിങ്ങൾക്ക് പ്രശ്നം വരുന്നില്ല. അപ്പോൾ സിലബസും അതെ, എക്സാം പാറ്റേണും അതെ, എക്സാം മോഡും അതെ, എല്ലാം സെയിം ആണ്. സോ അപ്പോൾ നമുക്ക് JEE മെയിനും JEE അഡ്വാൻസ്ഡും കൂടാതെ ഇത്രയും ഓപ്ഷൻസും കൂടെ ഉണ്ട് എന്ന് നിങ്ങളെ ഒന്ന് മനസ്സിലാക്കിക്കാൻ വേണ്ടിയാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഇത്രയും ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ബെറ്റർ കോളേജിൽ നിങ്ങൾക്ക് ബിടെക് പഠനം സാധ്യമാകുന്നതാണ്. സോ എല്ലാവരും നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.